2024-25 ഫിനാൻഷ്യൽ ഇയർ ഏതാണ്ട് തീർന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ എല്ലാവരും അടുത്ത വർഷത്തെ ആന്റിസിപ്പേറ്ററി ഇൻകം ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യാനുള്ള തിരക്കിലായിരിക്കും അല്ലെ. അടുത്ത വർഷത്തേക്ക് ഈ വർഷത്തെ പോലെയല്ല 12 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ 12 ലക്ഷം രൂപ എന്നത് അതിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമുക്കൊരു ഉദാഹരണം നോക്കാം. 12,85,000 ആണ് അദ്ദേഹത്തിന്റെ ഇൻകം എങ്കിൽ എന്താണ് സംഭവിക്കുക? അതിൽ ആദ്യത്തെ 75,000 മൈനസ് ചെയ്തു, അത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. പിന്നെ ഉള്ളത് 12,10,000 രൂപയാണ്. ആദ്യത്തെ 4 ലക്ഷത്തിന് ടാക്സ് ഇല്ല. പിന്നെയുള്ള 4 ലക്ഷത്തിന് 5% ടാക്സ്, അതായത് 20,000 രൂപ. അടുത്ത 4 ലക്ഷത്തിന് 10% ടാക്സ്, അതായത് 40,000 രൂപ. ബാലൻസ് 10,000 രൂപയുടെ 15% ടാക്സ്, അത് 1,500 രൂപയാണ്. 61,500 രൂപയാണ് ഈ ഇൻഡിവിജ്വലിന് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. ഇവിടെയാണ് മാർജിനൽ റിലീഫ് എന്ന മറ്റൊരു സംവിധാനത്തിന്റെ പ്രസക്തി. ഈ മാർജിനൽ റിലീഫിൽ പറയുന്നത് 12,10,000 നിന്നും 12 ലക്ഷം കുറച്ചാൽ 10,000 രൂപയാണ് ബാലൻസ്. അപ്പോൾ ഈ 10,000 രൂപ നമ്മുടെ ടോട്ടൽ ടാക്സിൽ നിന്നും മൈനസ് ചെയ്യണം. ഈ 61,500 രൂപയിൽ നിന്നും 10,000 രൂപ കുറച്ചാൽ 51,500 രൂപ. ഇതാണ് മാർജിനൽ റിലീഫ്. ഈ 61,500 രൂപ ടാക്സിൽ നിന്നും നമ്മുടെ മാർജിനൽ റിലീഫായ 51,500 രൂപ മൈനസ് ചെയ്ത് ബാലൻസ് ഉള്ള 10,000 രൂപ മാത്രമാണ് ഇൻകം ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരുള്ളൂ. 10,000 രൂപയുടെ 4% ഹയർ എഡ്യൂക്കേഷണൽ സെസ്സും കൂടെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ആന്റിസിപ്പേറ്ററി ഇൻകം ടാക്സ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മാർജിനൽ റിലീഫിനെ മറന്നുപോയല്ലേ.